ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3. നിയമമോ വിശ്വാസമോ? ഫോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. അബ്രാഹത്തിനു ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. നിയമവും വാഗ്ദാനവും. സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവിനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്കു ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയതു വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവനു സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. നിയമത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഹഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല.
പുത്രത്വവും അവകാശവും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ദൈവത്തിന് സ്തുതി. വിശുദ്ധ പൗലോസിലെ ഗലാത്യക്കാർക്ക് എഴുതിയ 3-ാം അധ്യായത്തിലെ 29 തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. പുത്രത്വവും അവകാശവും, നിയമത്തിന്റെ ഉദ്ദേശ്യം, നിയമവും വാഗ്ദാനവും, നിയമമോ വിശ്വാസമോ എന്നീ തലക്കെട്ടുകളാണ് ഉള്ളത്. ഒന്ന് നിയമമോ വിശ്വാസമോ, അടുത്ത തലക്കെട്ട് നിയമവും വാഗ്ദാനവും, മൂന്നാമത്തേത് നിയമത്തിൻ്റെ ഉദ്ദേശ്യം, നാലാമത്തേത് പുത്രത്വവും അവകാശവും എന്നീ 4 തലക്കെട്ടുകളാണ് 3-ാം അധ്യായത്തിൽ ഉള്ളത്. 3-ാം അധ്യായത്തിൽ ആകെ 29 തിരുവചന ഭാഗങ്ങളാണുള്ളത്. ആദ്യം മുതൽ നമുക്കൊന്നുകൂടെ വായിക്കാം. 3-ാം അധ്യായം 1-ാം വാക്യം. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഗലാത്യക്കാരെ പൗലോസ്ലീഹ ഭോഷന്മാരെന്നാണ് വിളിക്കുന്നത്. യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? 2-ാം തിരുവചനം. ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? 2-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. ഇതുമാത്രം നിങ്ങളിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? 3-ാം തിരുവചനം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? 4-ാം തിരുവചനം. നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. 5-ാം തിരുവചനം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? 6-ാം തിരുവചനം. അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവനു നീതിയായി പരിഗണിക്കപ്പെട്ടു. ഈ 6-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 3-ാം അധ്യായം 6-ാം വാക്യത്തിലുള്ളത് ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിലും റോമാക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനത്തിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 7-ാം തിരുവചനം. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെയുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ? വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്നു നിങ്ങൾ മനസ്സിലാക്കണം. ഇനി 8-ാം തിരുവചനം. വിജാതീയരെ വിശ്വാസം വഴി, 3-ാം അധ്യായത്തിലെ 8-ാം തിരുവചനം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. 8-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകുമെന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി 8-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിലും 18-ാം അധ്യായം 18-ാം വാക്യത്തിലും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:25 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 3-ാം അധ്യായം 9-ാം തിരുവചനം. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ വിശ്വാസമുള്ളവര് ആരോടൊപ്പമാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. 10-ാം തിരുവചനം. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്.
നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. 3:10 ഇപ്പോൾ നമ്മൾ വായിച്ച തിരുവചനം നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 36-ാം വാക്യത്തിലും അതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത തിരുവചനം 3:11 ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം വഴിയാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ആ വചനത്തിനെ കുറിച്ച് താഴെ പരാമർശിച്ചിരിക്കും. 3:11 ഹെബ്രായർക്ക് ഹബക്കൂക്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലും റോമ 1:17 ഹെബ്രായ 10:38 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 12-ാം തിരുവചനം നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. അപ്പോൾ നിയമം അനുസരിക്കുന്നവൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും അല്ലേ. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. നിയമം അനുഷ്ഠിക്കുന്നവന് നിയമം വഴി തന്നെ ജീവിക്കുമെന്നാണ് വചനം പറയുന്നത്. ഈ വചനത്തെക്കുറിച്ച് 1-ാം അധ്യായം 12-ാം വാക്യത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതായിട്ട് താഴെ പരാമർശിച്ചിരിക്കുന്നു. അടുത്തത് 13-ാം വാക്യം ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. 3-ാം അധ്യായം 13-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നു നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. വചനം ആവർത്തിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നു നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. 3-ാം അധ്യായം 13-ാം വാക്യത്തെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 14-ാം തിരുവചനം അബ്രാഹത്തിനു ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഈ പ്രകാരം സംഭവിച്ചത്. ഇനി അടുത്ത തലക്കെട്ട്, അതായത് നിയമമോ വിശ്വാസമോ, നിയമമോ വിശ്വാസമോ എന്ന തലക്കെട്ടിന് താഴെ 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത തലക്കെട്ട് നിയമവും വാഗ്ദാനവും. 15-ാം തിരുവചനം സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. 16-ാം തിരുവചനം വാഗ്ദാനം ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. 16-ാം തിരുവചനം 3:16 കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം തിരുവചനം ഞാൻ പറയുന്നത് ഇതാണ്, 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. 17-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ പറയുന്നത് ഇതാണ്, 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം
ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. അബ്രാഹത്തെ വിളിച്ചതിന് ശേഷം 430 വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം വന്നത്. അതുവരെ വാഗ്ദാനം, ഞാൻ പറയുന്നതാണ്, 430 വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷങ്ങൾക്ക് ശേഷം? 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച വാഗ്ദാനത്തെ, അതായത് അബ്രാഹവുമായി നടത്തിയ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. ഇനി 18-ാം തിരുവചനം, ഇനി 3:17 കുറിച്ച്, അബ്രാഹത്തോട് വാഗ്ദാനം നിയമം വന്നതിനെ കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 12-ാം അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി 18-ാം തിരുവചനം, എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തിയേക്കാണ്. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? 19-ാം തിരുവചനം, വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. വാഗ്ദാനം സിദ്ധിച്ചവനോ സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. 20-ാം തിരുവചനം, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. 19-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. 20-ാം തിരുവചനം, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. ഇനി അടുത്ത തലക്കെട്ട്, അപ്പം നിയമവും വാഗ്ദാനവും എന്ന തലക്കെട്ടിന് താഴെ 15 മുതൽ 3-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത തലക്കെട്ട്, നിയമത്തിൻ്റെ ഉദ്ദേശ്യം. അങ്ങനെയെങ്കിൽ നിയമം, 21-ാം തിരുവചനം, അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. 22-ാം തിരുവചനം, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. 23-ാം തിരുവചനം, വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. 24-ാം തിരുവചനം, തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. 25-ാം തിരുവചനം, ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. 25-ാം തിരുവചനം, ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. അപ്പോൾ നിയമം
തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ, ക്രിസ്തു വരുന്നത് വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന്, അതായത് നിയമത്തിന് അധീനരല്ല എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ആ തലക്കെട്ടിന് താഴെ 25 വരെയുള്ള വാക്യങ്ങളാണ് നിയമത്തിൻ്റെ ഉദ്ദേശം. എന്തിനാണ് നിയമമെന്ന് നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന തലക്കെട്ടിന് താഴെ 21 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. അടുത്ത തലക്കെട്ട് പുത്രത്വവും അവകാശവും 26 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആ തലക്കെട്ടിന് താഴെ. പുത്രത്വവും അവകാശവും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. 27-ാം തിരുവചനം, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. 28-ാം തിരുവചനം, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. 29-ാം തിരുവചനം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. 29-ാം തിരുവചനം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ദൈവത്തിന് സ്തുതി. 2026 ലോഗോസ് ക്വിസ് പരീക്ഷയുടെ പാഠ്യഭാഗമാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയും ഞാൻ സാധിക്കുന്നത് പോലെ അപ്ലോഡ് ചെയ്തും കേട്ടും വായിച്ചും ധ്യാനിച്ചും പഠിക്കുക. ലോഗോസ് ക്വിസിന് 100 മാർക്കുകൾ ലഭിക്കുക എന്നതിനനുസരിച്ച് വചനം വായിക്കുക, ധ്യാനിക്കുക. വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു എന്നാണ് ഡാനിയൽ അച്ഛൻ്റെ വചന പഠന ക്ലാസ്സുകളിൽ പറയാറ്. വചനം പഠിക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക. അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വായിച്ച വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുന്നതായി കാണാം. ചില വചനങ്ങളോട് നമ്മളോട് സംസാരിക്കുന്നതായി നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ തോന്നുന്ന ഓരോ വചനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം, വചനത്തിൻ്റെ അഭിഷേകം ഇത് കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.